ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറ? ഷമാമീസ് കാണാം വാ. അപ്പോൾ ഞങ്ങൾ ഷമാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ഉണ്ണിക്കുട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുവാ അതെന്താ വെള്ള കളറ്? ഇതതിൻ്റെ ബാലൻസ് ആണോ? ഇതിൻ്റെ ബാക്കിയാണോ അത്? അതെന്തോ വ്യത്യാസം വന്നത്? ഓക്കെ, കുറച്ചപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചത് കൊള്ളത്തില്ലായിരുന്നു, പകുതി മാത്രമേ ഉള്ളായിരുന്നു നല്ലത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. നീ ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ടോ? ഇത് ഉണ്ണിക്കുട്ടൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അപ്പം നമ്മുടെ ഷമാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഇതിൻ്റെ ജ്യൂസൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. ഉണ്ണിക്കുട്ടൻ കുടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ രണ്ടെണ്ണമാണ് വാങ്ങിച്ചത്. ഒരെണ്ണത്തിൻ്റെ പകുതി കേടായിരുന്നു, അപ്പോൾ പകുതി ഭാഗം നമ്മളെടുത്ത് ബാക്കി ഒരെണ്ണം ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോക്കാം അവൻ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ, ഫസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ആരൊക്കെ ഇത് കുടിച്ചിട്ടുണ്ട്, ആരൊക്കെ കുടിക്കാത്തവരുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ഫുള്ള് ചെത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് സത്യം പറഞ്ഞാൽ കുടിക്കാനൊന്നും തോന്നില്ല, കാരണം ഇത് പച്ചക്കറി ഐറ്റത്തിൽ വരുന്നൊരു വിഭാഗമല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ടോ, ഏകദേശം മത്തങ്ങയുടെ കൂട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിത് കുടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അമ്മ വാങ്ങിക്കാനൊക്കെ പറയുമ്പോഴും എനിക്കെന്താ പോലെ വേണ്ടാന്ന്. പക്ഷേ ഇന്ന് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ ജാറ് വന്നിരിക്കുകയാണ്. ഒരെണ്ണം പച്ചക്ക് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇഷ്ടപ്പെടത്തില്ല ആണോ? താഴെ പോയിഞ്ഞെടുത്ത് ഞാൻ അത് മണ്ണ് പറ്റി കള. അതുകൊണ്ട് ഇന്ന് നോക്കട്ടെ. കയ്പല്ല, ഞാൻ പറയാം. തണ്ണിമത്തങ്ങയുടെ വേറൊരു വിഭാഗം പോലെ തണ്ണിമത്തങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത്രയും മധുരമില്ല. വെള്ളരിക്കയൊക്കെ തിന്നുന്ന പോലെ. ഫുൾ ഇടുവാന്നോ? അതിന് എന്തോ ചെയ്യണ്ടേ? അതൊക്കെ ഉണ്ടോ? ഫുള്ളിടുക. ചോരണത്തിൻ്റെ പകുതി കേടായിരുന്നു. എത്ര രൂപയായി? 40. ഒരെണ്ണത്തിന് 40 രൂപ. രണ്ടും കൂടെ 40? ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നെയാണോ? അങ്ങനെ നമ്മൾ മിക്സിയുടെ സഹായം തേടാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രിഡ്ജിനെ ഊരും, എന്നിട്ട് മിക്സിയെ കുത്തും. കുറച്ച് പഞ്ചാര ഇടുന്നുണ്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. മൊത്തം ഇടുവാണോ? പഞ്ചാര തീർന്നു കേട്ടോ. പഞ്ചാര വേറെ ഇരിപ്പുണ്ടോ ഇനി നാളെ ചായനെത്താൻ? ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഇടുവോ? പാലായിരിക്കും അല്ലേടാ, അതോ വെള്ളമാണോ? ഇനി ഒന്നും ഇടത്തില്ലേ? ഓ, ഫസ്റ്റ് നമുക്ക് അരയ്ക്കാം. ഇതിനു മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ടോ? പണ്ടങ്ങാണ്ട് ഉണ്ണിക്കുട്ടൻ ചെയ്തതാണ് ഗൈസ്. ഉണ്ണിക്കുട്ടന് മിക്സി അടി വന്നിട്ടുണ്ട് ഗൈസ്. കുറേ പേർക്ക് ഉണ്ണിക്കുട്ടന് മിക്സി അടി ഇഷ്ടമാടാ. ഞാനങ്ങ് പറയുമോ വെറുതെ? അങ്ങനെ പറയണം നമുക്ക് ആരില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് സ്വന്തമായിട്ട് കയ്യിൽ നിന്നിടും. കാരണം അവനെ പുകഴ്ത്താൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. സ്പൂൺ എടുത്ത് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പറ. അടിപൊളി, അടിപൊളി. കുടിച്ചപ്പോൾ അടിപൊളി. ഒരു വട്ടം കുടിച്ചാലേ ഇനി മനസ്സിലാവത്തുള്ളൂ. നമുക്ക് പാലൊഴിക്കാം.
ഫുൾ ഒഴിക്കുവാണോ? കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുലിക്കട്ട് ഒഴിയടാ. വെറുതെ പാല് നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഓക്കെ. ഒടുക്കത്തെ വെട്ടം, തലയ്ക്ക് മുന്നിൽ വെട്ടം മൊത്തം പുക പോലെ ഇരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം ഗൈസ്. പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരാളെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ബൂസ്റ്റ് ഉണ്ട് കേട്ടോ. ബൂസ്റ്റ് ഇടുമോ നമ്മൾ? ഓക്കെ, അവസാനം കലക്കാം. പെരിയ തുറക്കണേ, പെരിയ തുറക്കുക. ചുമ്മാ വെറുതെ ആവേശം കയറ്റി കളയാതെ നോക്കേണ്ട കടമ നമുക്കുള്ളിൽ. വാവ്, സൂപ്പർ. ഇനി തണുക്കണമല്ലേ? ഇനി നമ്മൾ ടേസ്റ്റാണ്, അടുത്ത സെക്ഷൻ ടേസ്റ്റാണ്. ഇളക്കിയിട്ട് ഒന്ന് കഴിച്ചു. ഇപ്പം നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ഓക്കെ, കഴിച്ചു. ലാസ്റ്റ് ഈ പാലിൻ്റെ കൂടെ ഇട്ട് നമ്മുടെ ആ മിക്സിയിലിട്ട് ഒഴിക്കുക. നേരത്തെ പാല് ഒഴിച്ച് വെച്ചല്ലേ, എന്നിട്ട് അത് കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിക്കുക. ബൂസ്റ്റ് ഇപ്പോൾ ഇടാൻ പോവാണോ? ചുമ്മാ എല്ലാം കൂടെ താഴെ പോകണ്ട. നീ ഇളക്ക. കട്ട പിടിക്കരുത്. നമുക്കൊരു പഞ്ചാര കുറവാ കേട്ടോ. അപ്പോൾ എല്ലാവരും കുടിച്ചതിന് ശേഷം അവസാനം എനിക്ക് കിട്ടിയത് ഇത്രയാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ.